ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനില തൃപ്തികരം. അപകടനില തരണം ചെയ്തെങ്കിലും വെന്റിലേറ്റർ സൗകര്യമുള്ള കാർഡിയോ തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ്. തിരുവനന്തപുരം പട്ടം SUT ആശുപത്രിയിൽ തുടരുന്ന വി.എസിനെ മുതിർന്ന CPM നേതാക്കൾ സന്ദർശിച്ചു. വി.എസ്. അനുരാഗ് ചേരുന്നുണ്ട്. അനുരാഗ്, അപകടനില തരണം ചെയ്തെന്ന് കേൾക്കുമ്പോൾ തന്നെ ആശ്വാസകരമാണ്. എന്താണ് ആശുപത്രിയിൽ നിന്നും ലഭിച്ചിട്ടുള്ള ഏറ്റവും ഒടുവിലത്തെ ഒരു വിവരം? അരുണ്യ, ഇന്നലെ രാവിലെ 9 മണിയോടെയാണ് അദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടായത്. വീട്ടിൽ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി പത്രം വായിച്ച് കേൾപ്പിക്കുന്ന ഒരു പതിവുണ്ട്. ഇതിനിടെയാണ് അദ്ദേഹത്തിന് ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. ഉടൻ തന്നെ CPR നൽകി തിരുവനന്തപുരം പട്ടത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. രണ്ടാമത് ഈ ആശുപത്രിയിൽ വെച്ചും അദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് വെന്റിലേറ്റർ സപ്പോർട്ടിലായിരുന്നു. ഇപ്പോൾ വെന്റിലേറ്റർ സപ്പോർട്ടുള്ള കാർഡിയോ ICUയിൽ തുടരുകയാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില തൃപ്തികരമെന്നാണ് ആശുപത്രി അധികൃതരിൽ നിന്ന് അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരം. കാരണം ഇതുവരെ മെഡിക്കൽ ബുള്ളറ്റിനൊന്നും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച് പുറത്തിറക്കിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മകനുമായും ബന്ധുക്കളുമായും സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ്. മറ്റ് ഭയപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം മുതിർന്ന CPM നേതാക്കൾ അടക്കം എത്തിയിട്ടുണ്ടായിരുന്നു. CPM ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ളവർ എത്തി അദ്ദേഹത്തെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അവർ പറയുന്നതനുസരിച്ച് ഇപ്പോൾ MA ബേബിയുടെ വാക്കുകൾ കടമെടുത്താൽ പോരാളിയായ VS ആരോഗ്യവാനായി തിരിച്ചു വരുമെന്ന് തന്നെയാണ് ഏവരുടെയും പ്രതീക്ഷ. അതാണ് അനുരാഗാണ് VSന്റെ ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവച്ചത്.